കുറ്റിക്കോൽ പാലം മുതൽ ധർമ്മശാല വരെയുള്ള ഭാഗത്ത് ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന പരാതി. സർവീസ് റോഡിൽ നിന്ന് 10-20 മീറ്റർ വരെ ഉയരത്തിൽ നിർമ്മിച്ച റോഡിന്റെ ഇരുവശങ്ങളിലെയും കോൺക്രീറ്റ് പാളികൾ പുറത്തേക്ക് തള്ളിയ നിലയിലാണെന്ന പരാതിയാണ് ഉയരുന്നത്. അപകട സാധ്യത മറച്ചുവെക്കാൻ നിർമ്മാണ കമ്പനി തട്ടിക്കൂട്ട് പണിയെടുക്കുകയാണെന്നുമാണ് ആരോപണമുയരുന്നത്. 3 മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയത്. നിലവിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. കുറ്റിക്കോൽ പാലം മുതൽ ധർമ്മശാല വരെയുള്ള ഭാഗത്ത് സർവീസ് റോഡിൽ നിന്നും 10-20 മീറ്റർ വരെ ഉയരത്തിലാണ് ദേശീയപാത നിർമ്മിച്ചത്. ഇരുവശങ്ങളിലും കോൺക്രീറ്റ് പാളികൾ ലോക്ക് ചെയ്ത് മണ്ണ് നിറച്ചാണ് റോഡ് ഉയർത്തിയത്. വാഹന ഗതാഗതം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മക്കളത്തും നെല്ലിയോട്ട് അമ്പലത്തിന് സമീപവും കോൺക്രീറ്റ് പാളികൾ പുറത്തേക്ക് തള്ളിയിരുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയതോടെ അവസ്ഥ ഗുരുതരമായി. സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്നവർ ഏത് സമയത്തും കോൺക്രീറ്റ് പാളികൾ താഴേക്ക് പതിക്കുമെന്ന ആശങ്കയിലാണ്. പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കുഴൽക്കിണർ നിർമ്മാണത്തിന്റെ യന്ത്രം ഉപയോഗിച്ച് റോഡിന്റെ വശങ്ങളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി ദേശീയപാതയുടെ അടിഭാഗത്ത് കമ്പികൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ മണ്ണ് തള്ളി വരില്ലെന്നാണ് ദേശീയപാത അധികൃതരുടെയും നിർമ്മാണ കമ്പനിയുടെയും വിശദീകരണം. തുടക്കം മുതൽ നിർമ്മാണത്തിൽ അപാകത ഉണ്ടായിരുന്നുവെന്നും സുരക്ഷ ഉറപ്പാക്കാതെ റോഡ് തുറന്നുകൊടുത്തതാണ് നിലവിലെ സ്ഥിതിക്ക് കാരണമെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. അപ്പോൾ 2-3 ദിവസമായി ഇതുപോലെ കുറ്റിക്കോല് അമ്പലത്തിൻ്റെ നെല്ലിയോട്ട് അമ്പലത്തിൻ്റെ ഒരു മാസത്തോളം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഇരുമ്പ് റോഡ് അടിച്ചു കയറുന്ന ഒരു വർക്ക് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ AKG മന്ദിരത്തിൻ്റെയും കണങ്കുരുക്കൾ സ്മാരക വായനശാലൻ്റെ അടുത്താണ് ഇപ്പോൾ ഇപ്പം ലാസ്റ്റിലായിട്ട് വർക്ക് നടത്തിയിട്ടുള്ളത്. അവിടെ ഇതുപോലെ ഇരുമ്പ് കമ്പി ഡ്രില്ല് ചെയ്ത് കയറ്റിയിട്ട് അതിൽ കോൺക്രീറ്റ് മിക്സ് ഉള്ളിലോട്ട് അടിച്ച് കയറ്റുന്ന പ്രവൃത്തിയാണ് നടത്തിയിട്ടുള്ളത്. ഇത് എത്ര ഫലപ്രദമാണെന്ന് കണ്ടു തന്നെ അറിയണം. ഇത് നാട്ടുകാർക്ക് സംശയമുണ്ട്, ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ അപാകതയാണോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണോ ഇവർ സ്വീകരിച്ചു വരുന്നതെന്ന്. നിർമ്മാണ കമ്പനിയുടെ സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനികളാണ് മിക്ക സ്ഥലത്തും ഇതുപോലെ പണി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർക്കിൽ വളരെ അപാകതകൾ ഉണ്ട്. സർവീസ് റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവർ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. വരും ദിവസങ്ങളിൽ എന്താകും അവസ്ഥ എന്ന ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.